ഓക്കെ. നമ്മള് നേരത്തെ ചെയ്ത ഫോംസിനകത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഇവിടെ രജിസ്റ്ററിനകത്ത് ഞാൻ നേരത്തെ വേറൊരു പേരാണ് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുക. കാരണം വ്യൂസ് ഡോട്ട് പൈ ഫയലിനകത്ത് നമ്മൾ ഇവിടെ എന്താണോ ഫംഗ്ഷൻ കൊടുത്തത് ഡെഫ് രജിസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആ നെയിം തന്നെ ആയിരിക്കണം ആഹ് അവിടെയും വരേണ്ടത്. പിന്നെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആഹ് ഇവിടെ നേരത്തെ ബേസ് HTML നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ സിംഗിൾ കോഡ്സ് കൊടുത്തില്ലായിരുന്നു. അതൊന്ന് കോഡ്സിനകത്ത് തന്നെ ഇടണം. പിന്നെ നേരത്തെ ഒരു ലോഡ് സ്റ്റാറ്റിക് ഫയൽസ് അതിപ്പോ തൽക്കാലം ഞാനത് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നേരത്തെ വേറൊരു പേരായിരുന്നു യൂസർ അണ്ടർസ്കോർ രജിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് യൂസർ അണ്ടർസ്കോർ ഫോം, പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം. സോ ഇതാണ് കുറച്ച് ചേഞ്ചസ്. നേരത്തെ ഞാൻ റൺ ചെയ്തപ്പോൾ കുറച്ച് എറർ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ചേഞ്ചസ് ആണ് ഇത് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്യൂ ഇല്ലെങ്കിൽ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വ്യൂസ് പൈ ഫയലിനകത്ത് നമ്മൾ രജിസ്റ്റർ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കുറച്ച് മോഡിഫൈ ഉണ്ട്. ഒന്ന് നമുക്ക് ഈ ഈ രജിസ്ട്രേഷനകത്ത് നമുക്ക് കോണ്ടെക്സ്റ്റ് കൊണ്ടുവരണം, കോണ്ടെക്സ്റ്റ് ഡിക്ഷണറി കൊണ്ടുവരണം. യൂസർ ഫോം, പ്രൊഫൈൽ ഫോം, രജിസ്റ്റർഡ് ഈ സെയിം കീ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ ഈ ഫംഗ്ഷനകത്ത് ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അത് ആദ്യം ഡീഫോൾട്ട് ഫാൾസ് ആയിട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ്, അതായത് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫോം ആണ് സബ്മിറ്റ് ചെയ്യുന്നത്, അതിന്റെ മെത്തേഡ് പോസ്റ്റ് ആണ്. സോ സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ആണെങ്കിൽ ഈ കണ്ടീഷന് കയറും, അല്ലെങ്കിൽ ഡീഫോൾട്ട് യൂസർ അണ്ടർസ്കോർ ഫോം, പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം നമ്മൾ ഈ ക്ലാസ് ആയിരിക്കും ഇവിടെ ഡീഫോൾട്ട് സെറ്റ് ചെയ്യുന്നത്. സോ ഈ രണ്ട് വേരിയബിൾ ആണ് നമ്മൾ ഡിക്ഷണറി കോണ്ടെക്സ്റ്റ് ഡിക്ഷണറിയിൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ആയിരിക്കും കയറുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡബിൾ ഈക്വൽ ടു പോസ്റ്റ് എന്ന് പറഞ്ഞ് കയറും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കയറുമ്പോൾ നമ്മൾ യൂസർ അണ്ടർസ്കോർ ഫോം, പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം, ഇതിൽ യൂസർ ഫോമോ യൂസർ പ്രൊഫൈൽ ഇൻഫോ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫോംസ് ഡോട്ട് പൈലിനകത്തുള്ള ക്ലാസ് ആണ് നമ്മൾ ഒരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിന്റെ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് റിക്വസ്റ്റ് പോസ്റ്റ് ആയിരിക്കണം. സോ ഇത് കൊടുക്കണം, മസ്റ്റ് ആണ്. ഓക്കെ, സോ ഈ രണ്ട് വേരിയബിൾ നമ്മൾ ഇവിടെ രണ്ട് ക്ലാസ്സിൽ ഈ രണ്ട് ക്ലാസ് നമ്മൾ ഈ രണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വേരിയബിൾ വാലിഡ് ആണെങ്കിൽ, ഇത് രണ്ടും വാലിഡ് ആണെങ്കിൽ ഇതിന്റെ അകത്ത് കയറും. ഓക്കെ, ഇതിന്റെ അകത്ത് കയറുമ്പോൾ നമ്മളെ ഒരു യൂസർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ആ യൂസർ അണ്ടർസ്കോർ ഫോം ഡോട്ട് സേവ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കും. സോ സേവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പാസ്വേഡ് ഹാഷിംഗ് അൽഗോറിതം വെച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് ആയിരിക്കും സേവ് ചെയ്യണത്. ഒരു കാര്യം ഓർക്കണം, പാസ്വേഡ് ഒരിക്കലും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്യരുത്. സോ സേവ് ചെയ്യുന്നതിന് മുന്നേ സെറ്റ് അണ്ടർസ്കോർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട് ഈ യൂസർ ഫോമിനകത്ത് കയറുമ്പോൾ ഒരു മോഡലാണ്. അതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ യൂസർ ആണ്. സോ യൂസറിനകത്ത് സെറ്റ് അണ്ടർസ്കോർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് യൂസർ അണ്ടർസ്കോർ സെറ്റ് അണ്ടർസ്കോർ പാസ്വേഡിനകത്ത് യൂസർ ഡോട്ട് പാസ്വേഡ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്താണോ പാസ്വേഡ് അത് വെച്ചിട്ട് ആ ടെക്സ്റ്റ് നമ്മളെ ഹാഷിംഗ് അൽഗോരിതം വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇത് സേവ് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ്. അത് പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം ഡോട്ട് സേവ് എന്ന് പറഞ്ഞ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കമ്മിറ്റ് ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റാബേസിൽ കമ്മിറ്റ് ഇപ്പൊ ചെയ്യുന്നില്ല. കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡേറ്റ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കമ്മിറ്റ് ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ ഡോട്ട് യൂസർ എന്ന് പറയുന്നത് യൂസർ എന്നാണ്. ഇത് ആക്ച്വലി 1-to-1 ഫീൽഡാണ്. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് എന്ന് പറയുന്നത് യൂസർ പ്രൊഫൈൽ ഇൻഫോ ഫോം. ഓക്കെ, അത് നമ്മുടെ ഫോംസിനകത്ത് യൂസർ പ്രൊഫൈൽ ഇൻഫോ ഫോമിൽ നോക്കിയാൽ മോഡൽ ഈസ് ഈക്വൽ ടു യൂസർ പ്രൊഫൈൽ ഇൻഫോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിനകത്ത് പോയി നോക്കിയാൽ യൂസർ, ഇവിടെ പ്രൊഫൈൽ ഡോട്ട് യൂസർ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ ആണ്. ഇത് 1-to-1 ഫീൽഡാണ്. സോ അതുകൊണ്ടാണ് നമ്മളുടെ ഈ യൂസർ എന്ന് പറയുന്നത് യൂസർ അണ്ടർസ്കോർ ഫോം എന്നാണ് യൂസർ ഫോം. ഓക്കെ, യൂസർ ഫോമിന്റെ ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ
ഇതിന്റെ മോഡൽ യൂസറാണ്. കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, നിങ്ങൾ അത് കുറച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, സോ യൂസർ ഈക്വൽ ടു യൂസർ, ഇത് 1-to-1 ഫീൽഡാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്ക്, അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫയൽസ്, നമ്മളിപ്പോ PDF ഫയലോ ഇമേജ് ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കയറും. അതായത് പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ ഫോൾഡറിനകത്തുള്ള പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്ക്. അതായത് റിക്വസ്റ്റ് ഫയൽസ് ആണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്കിനകത്ത് നമ്മൾ എന്താണോ അപ്ലോഡ് ചെയ്തത്, നമ്മളെ കണ്ടന്റ് അപ്ലോഡ് ചെയ്തത് എന്താണോ അത് ഇതിനകത്തോട്ട് സേവ് ചെയ്യും. ഈ പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്കിനകത്തോട്ട് സേവ് ചെയ്യുന്നല്ല, സെറ്റ് ചെയ്ത് വെക്കും. സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊഫൈലിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഫൈലിനെ പിടിച്ച് അങ്ങ് സേവ് ചെയ്യണത്. ഓക്കെ, സോ പ്രൊഫൈലിനകത്ത് നമ്മളെ യൂസർ സേവ് ചെയ്യുന്നുണ്ട്, യൂസർ സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്കും സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ പ്രൊഫൈലിനെ സേവ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ പ്രൊഫൈലും സേവ് ആയിട്ടുണ്ട്, യൂസറും സേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് സേവ് ആയതിനു ശേഷം നമ്മൾ രജിസ്റ്റേർഡ് ട്രൂ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ രജിസ്റ്റേർഡ് ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇവിടെ കണ്ടോ ഈ കണ്ടീഷൻ, ഇഫ് രജിസ്റ്റേർഡ് ആണെങ്കിൽ താങ്ക് യു ഫോർ രജിസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഫോം എടുത്തായിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും കണ്ടീഷൻ. ഇപ്പൊ ഇനി അടുത്ത യൂസർ ഫോം വാലിഡ് അല്ലെങ്കിൽ, ഈ രണ്ടും വാലിഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് എൽസ് കണ്ടീഷനിൽ കയറും. യൂസർ അണ്ടർസ്കോർ ഫോം ഡോട്ട് എറേഴ്സ്, പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം ഡോട്ട് എറേഴ്സ്, ഈ രണ്ട് എറേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂസർ ഫോം കിട്ടി, പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം കിട്ടി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, കോണ്ടെക്സ്റ്റ് ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ കോണ്ടെക്സ്റ്റിനകത്ത് മൂന്നെണ്ണമാണ്, മൂന്ന് കീയും വാല്യൂ ആണ്. ഒന്ന് യൂസർ അണ്ടർസ്കോർ ഫോം, പ്രൊഫൈൽ അണ്ടർസ്കോർ ഫോം, പിന്നെ രജിസ്റ്റേർഡ്. ഓക്കെ, ഇതിനകത്തോട്ട് പോവുകയാണ്, ആ ഡിക്ഷണറി പാസ് ചെയ്താണ് ഇവിടെ നമ്മളുടെ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യും. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഹോം ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ രജിസ്റ്ററിനകത്ത് ഇവിടെ നമുക്ക് നമ്മുടെ ജാങ്കോയുടെ ഫോംസ് ആണ് ഇവിടെ ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ വേറെ പേര് കൊടുക്കാം, ജോൺ, വേറെ യൂസർ നെയിം അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ABC abc.com. ഇവിടെ നമ്മളെ പാസ്വേഡ് എന്ത് വേണമെങ്കിൽ കൂടാം, 1 2 3 4 5 6 7 8 9. ഓക്കെ, നമ്മളിവിടെ പാസ്വേഡ് നമ്മളിവിടെ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റിനെ പിടിച്ച് എൻക്രിപ്റ്റ് ആക്കും. പിന്നെ പോർട്ട്ഫോളിയോ സൈറ്റ് എന്ന് പറയുന്ന HTTPS google.com. ഓക്കെ, പ്രൊഫൈൽ പിക്ക് ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനെ പിടിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തപ്പോ എറർ ഒന്നും വന്നില്ല. സോ ഒരു യൂസർ ഫോമും പ്രൊഫൈൽ ഫോമും വാലിഡ് ആണ്. സോ രണ്ടും വാലിഡ് ആയപ്പോ താങ്ക് യു രജിസ്റ്റേർഡ്, നമ്മുടെ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഈ രജിസ്റ്റേർഡിനെ പിടിച്ചങ്ങ് ട്രൂ ആക്കും. ഈ രണ്ട് ഫോം വാലിഡ് ആണെങ്കിൽ രജിസ്റ്റേർഡിനെ പിടിച്ച് ട്രൂ ആക്കും. അപ്പൊ ഈ ഒരു മെസ്സേജ് നമുക്ക് കാണിക്കും. ഇനി അടുത്ത നമുക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് അഡ്മിനിലേക്ക് പോവാം. സോ അഡ്മിനിൽ പോകുമ്പോൾ നമുക്ക് യൂസർ പ്രൊഫൈൽ ഇൻഫോസ്, ഇതാണ് നമ്മളുടെ മോഡല്. അതിൽ കയറുമ്പോൾ ജോൺ, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത യൂസർ ആണ് ജോൺ. ഇപ്പൊ ജോണിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോ സൈറ്റ് ഉണ്ട്, പ്രൊഫൈൽ പിക്ക് നമ്മളിപ്പോ ഒന്നും കൊടുത്തില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോം സൈറ്റിൽ പോകുമ്പോൾ, ഹോമിലേക്ക് പോകുമ്പോൾ ഈ ഓതന്റിക്കേഷൻ ഓതറൈസേഷനിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്. സോ യൂസേഴ്സിനകത്ത് പോകുമ്പോഴും അവിടെയും ലിസ്റ്റ് ചെയ്യും. സോ ജോൺ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാടുണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം. നമ്മളിവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒന്നും ഇപ്പൊ ഫീൽഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ എം ടി കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ കണ്ടോ പാസ്വേഡ് കണ്ടോ, അൽഗോറിതം എന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ നമ്മുടെ പാസ്വേഡ്, നമ്മൾ എന്താണോ പാസ്വേഡ് ടൈപ്പ് ചെയ്തത് അതൊന്നും ഇവിടെ കാണിക്കത്തില്ല. സോ ഇതൊരു പവർഫുൾ ഹാഷിംഗ് അൽഗോറിതം ആണ്.
ഇതിനകത്ത് കുറെ കണ്ടോ, സാൾട്ട് എന്ന് പറയുന്നുണ്ട്, ഹാഷ് ഉണ്ട്, പിന്നെ PKB, DF2 ഷാ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇവിടെ argon 2 ഒന്നും വന്നിട്ടില്ല, കാരണം നേരത്തെ നമ്മൾ പാസ്വേഡ്സിന്റെ വീഡിയോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ argon 2 ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു settings.pyനകത്ത്. പാസ്വേഡ് argon 2 എന്ന് പറഞ്ഞൊരു പാസ്വേഡ് ഹാഷർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ആ സെർവറിനകത്ത് ഇല്ല, അതുകൊണ്ട് ഇവിടെ കാണിക്കത്തില്ല. സോ നമുക്ക് ഇവിടെ PBK DF2ഉം സാൾട്ടും ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ യൂസർ രജിസ്ട്രേഷൻ. നമ്മൾ യൂസർ മോഡൽ വെച്ചിട്ട് നമ്മൾ യൂസറിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫീൽഡിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഇതാണ് രജിസ്ട്രേഷനിലെ മെയിൻ ആയിട്ട് സാധനം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.